ശ്ലോകം 5. നിവേദയധ്വം ഗൃഹിണീജനായ മാം. നിങ്ങൾക്കൊരു കാര്യം ചെയ്യായിരുന്നു, ആ ബ്രാഹ്മണ പത്നികളുടെ അടുത്തേക്ക് പോകാമായിരുന്നു. അവരെങ്ങനെയുള്ളവരാണ്? കരുണാകുലാഹ, കരുണ കൊണ്ട് ആകുലകളാണ്. കാരുണ്യം, മറ്റുള്ളവരെ എത്രത്തോളം സഹായിക്കാമോ അതിനുവേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ അടുത്തേക്ക് പോവും. നിവേദയധ്വം, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി, ചോറ് ചോദിക്കണ്ട. അവരെടുത്ത് പോയി കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ദിശേയുരന്നം, നിങ്ങൾക്ക് തീർച്ചയായും ചോറ് തരും. എന്തുകൊണ്ട്? കരുണാകുലായ്മാക, കരുണ കൊണ്ട് ആർദ്രമായ മനസ്സാണ് അവർക്കുള്ളത്. ഇതി സ്മിതാർദ്രം ഭവതീരിത. ഗുരുവായൂരപ്പ, ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അലിഞ്ഞ മനസ്സോടുകൂടി, കുട്ടികൾ വിശന്ന് നിൽക്കുന്നവരാണ്, ദാഹിച്ചു നിൽക്കുന്നവരാണ്, അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഗതാസ്തേ ദാരകാഹ. കുട്ടികൾ വീണ്ടും പോയി. ദാരജനം യാചിരേ, ആ ഗൃഹിണികളുടെ അടുത്ത് പോയി, ബ്രാഹ്മണരുടെ അടുത്ത് പോയി യാചിച്ചു എന്ന് പറഞ്ഞെങ്കിലും അവർ ചോറ് യാചിച്ചിട്ടില്ല. കൃഷ്ണൻ വന്നു എന്നേ പറഞ്ഞുള്ളൂ. അതാണ് കൃഷ്ണൻ വന്നതിനെ അറിയിച്ചു. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ചോറ് കിട്ടുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ദാരജനം യയാചിരേ എന്ന് പറഞ്ഞത്. ശ്ലോകം 6. ഗൃഹീതനാംനി ത്വയി. ആ ഭഗവാന്റെ നാമം അങ്ങോട്ട് കേൾക്കേണ്ട താമസം. അതാണ് ത്വയി ഗൃഹീതനാംനി. ഭഗവാന്റെ നാമം കേൾക്കേണ്ട ആ നിമിഷം, ഉച്ചരിച്ച ആ നിമിഷം, സംഭ്രമാകുലാഹ, എന്തെന്നില്ലാത്ത സംഭ്രമത്തോടുകൂടി, ഭഗവാൻ ഇത്ര അടുത്ത് വന്നുവല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് അവർ ചാടി എഴുന്നേറ്റു. ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ താഹ. 4 തരത്തിലുള്ളതായ ആഹാര സാധനങ്ങൾ എടുത്തു, അതിനുള്ള പാത്രങ്ങളെടുത്തു. ആ പാത്രങ്ങളിൽ 4 തരത്തിലുള്ളതായ ആഹാര സാധനങ്ങൾ എന്തൊക്കെയാണ്? കഴിക്കാൻ ഉള്ളത് 4ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഭോജ്യം, പേയം, അതെ ഭോജ്യം, ഭോജ്യത്തിൻ്റെ വേറൊരു പേരാണ് പേയം. ഭോജ്യം കുടിക്കാനുള്ളത്, ഭക്ഷ്യം തിന്നാനുള്ളത്, അതിന് വേറൊരു പേരുണ്ട് ഖാദ്യം. പിന്നെയോ ചോഷ്യം, ഉറിഞ്ചി കുടിക്കാനുള്ളത്. മുരിങ്ങയ്ക്ക മുതലായത് ഉറിഞ്ചി കഴിക്കുമല്ലോ, അതാണ്. ചോഷ്യെന്നും ചൂഷെന്നും പേരുണ്ട്. പിന്നെ ലേഹ്യം, നക്കിക്കഴിക്കാനുള്ളത്, ഉപ്പിലിട്ടത് മുതലായതൊക്കെ അതിൽപ്പെട്ടതാണ്. അതാണ് 4 തരത്തിലുള്ളതായ ആഹാര സാധനങ്ങൾ. ഭക്ഷ്യം, ഖാദ്യം. ഖാദ്യം വെച്ചാൽ കടിച്ചു തിന്നുന്നതിനർത്ഥം. ഭോജ്യം, പേയം കുടിക്കുന്നത്, ചോഷ്യം ഉറിഞ്ചി കുടിക്കുന്നത്, അതിനെ ചൂഷെന്നും പറയും. നമ്മൾ ചൂഷണം ചെയ്യുകയാണെന്നാണ്. ലേഹ്യം, ഭക്ഷ്യം അഥവാ ഖാദ്യം, കടിച്ചു തിന്നുന്നതിന് എല്ലാം പറയും. ഭോജ്യം അഥവാ പേയം, കുടിക്കാനുള്ളതെല്ലാം. ചോഷ്യം അല്ലെങ്കിൽ ചൂഷ്യം, ഉറിഞ്ചി കഴിക്കുന്നതല്ല.
ലേഹ്യം നക്കി കഴിക്കുന്നത്. തിരുവനന്തപുരത്തെ സദ്യകളുടെ ഇലയുടെ ആ അല്പത്ത് ഒരു 8 എണ്ണം കാണും. ചുരുങ്ങിയതാണ് 8 എണ്ണം. ഇതിനെയൊക്കെ നക്കാനുള്ളത് ലേഹ്യങ്ങൾ. രണ്ടാമത്തെ വരിയിൽ ഭക്ഷ്യങ്ങൾ മറ്റുള്ള ഉണ്ടാവും. ഇന്നിപ്പോൾ 24 30 എത്തിയിട്ടുണ്ട്. ഇത് മുഴുവൻ കഴിക്കാൻ എവിടെ സാധിക്കുക? ഗൃഹീത നാംനി ത്വയി, ഭഗവാന്റെ പേര് കേൾക്കേണ്ട ഉടനെ ആ നിമിഷം സംഭ്രമാകുല. യോ, ഭഗവാൻ വന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് സംഭ്രമിച്ചുകൊണ്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ, 4 തരത്തിലുള്ളതായ കഴിക്കാനുള്ള ആഹാരങ്ങളെ എടുത്തുകൊണ്ട് താഹ അവരുടെ പ്രത്യേകത എന്താണ്? ചിരം ധൃതത്വൽ പ്രവിലോകനാഗ്രഹ, വളരെ കാലമായിട്ട് അവരാഗ്രഹിച്ചതാണ്. ചിരം വളരെ കാലമായി, ധൃതം ധരിച്ചിട്ടുള്ളതായ ത്വൽപ്രവിലോകനം ഭഗവാനെ ഒന്ന് കാണുക എന്നുള്ളത്, ആ ആഗ്രഹം. ആരോ ഒന്ന് പറഞ്ഞു അവരോട്, ഭിക്ഷയാചിക്കുന്നവർ എല്ലായിടത്തും പോയല്ലോ, അങ്ങനെ ആരോ ഒന്ന് പറഞ്ഞു ഇങ്ങനെ ഈ ഉണ്ണീൻ്റെ ആ പൂതനയെ കൊന്നു, വലിയൊരു രാക്ഷസി, ഞാൻ കണ്ടതല്ലേ ആ ശരീരം, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി ഒന്ന് കാണാൻ അന്ന് തുടങ്ങിയതാണ്. വയസ്സിപ്പോൾ എത്രയായി? ഇപ്പോൾ 11 ആവാൻ പോണു. അപ്പോൾ 10 കൊല്ലത്തിന് മുമ്പ് ഇതായതാണ്. ചിരം, അന്ന് തൊട്ട് ഈ ആഗ്രഹമുണ്ട്. ചിരം ധൃതത്വൽ പ്രവിലോകനാഗ്രഹ, അങ്ങയെ കാണണം. ത്വൽ പ്രവിലോകനം, അങ്ങയെ കാണാനുള്ളതായ ആഗ്രഹം അന്ന് തൊട്ട് ധൃതമാണ്, ധരിച്ചിരിക്കുകയാണ്. എല്ലാം എടുത്തിറങ്ങുമ്പോഴേക്ക് യജ്ഞം ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മണരെ വന്ന് അവരുടെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല, ഇടയച്ചെറുക്കനാണ് ഇപ്പോൾ ഈശ്വരൻ, വേണ്ട പോണ്ട. പോകിനി കിടന്ന് ഒരു തട്ട് തട്ടി. സ്വകയർ നിരുദ്ധാവി തൂർണമായോ, വേഗം തട്ടി, കയ്യൊക്കെ തട്ടി തെറിപ്പിച്ച് വന്നു. തൂർണമായോ, ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ ഏത് ശക്തിയെയും നമുക്ക് നമിപ്പിക്കാൻ സാധിക്കും. മഹാത്മാഗാന്ധി അതിൽ വലിയൊരു ഉദാഹരണമില്ല. ഒന്നും എടുക്കാതെ, ഒരു വടി പോലും എടുക്കാതെ. അതാണ് സൗത്ത് ആഫ്രിക്ക തൊട്ട് അദ്ദേഹം തുടങ്ങിയതാണത്. സൗത്ത് ആഫ്രിക്കയിൽ ഒരു കരി നിയമം ഉണ്ടാക്കിയവർ ആരൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ പുറമേ നിന്ന് വന്നിട്ടുണ്ടോ അവർ 25 പവൻ 25 പവൻ അടയ്ക്കണമെന്നുള്ളതായ ഒരു നിയമമാണ്. അപ്പോൾ കൂലിയെടുക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്ന് എത്ര കിട്ടണം? അപ്പോൾ ഗാന്ധിയുള്ളതാണ്, അഡ്വക്കേറ്റായിട്ട് അവിടെ വർക്ക് ചെയ്യണേ. എല്ലാവരോടും പറഞ്ഞ് നിയമം കൊണ്ടുവരും, നിങ്ങൾ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയിട്ട് കത്തിക്കാം. അങ്ങനെ കത്തിക്കാനുള്ളതായി ആദ്യം ഗാന്ധി തന്നെ തൻ്റെ കടലാസ് കൊണ്ടുവന്ന് അതിലിട്ടു. നിൽക്കുന്ന പടൻ ഒറ്റ അടി, ഇവിടേക്ക് അടിക്കുക, മണികണ്ഠത്തിലേക്ക് അടയ്ക്കും. കൂട്ടാക്കിയില്ല. മറ്റുള്ളവരൊക്കെ പേടിച്ച് മാറി. ഇത് വരും, ഇങ്ങോട്ട് ഞാനിടാം. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എടുത്ത് മേടിക്കും, അടി. ആ പോലീസുകാരനോട് അല്പം പോലും ദേഷ്യമില്ല. അതാണ് ഭഗവാന്റെ മഹാത്മ്യത്തിൻ്റെ സത്യാഗ്രഹം. കൈ ഉയർത്താൻ സമ്മതിക്കില്ല. ആരോടും ദേഷ്യമില്ലാതെ നമ്മുടെ കാര്യം നമുക്ക് പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ ഈ തോക്കും പീരങ്കിയൊക്കെ ഉള്ളവരെ തോൽപ്പിച്ച് എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും? അത് എന്നിട്ട് ഇന്നിപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് ഗാന്ധിജി അല്ല തന്നത് എന്ന് പറയുന്നുണ്ട്. എന്തൊരർത്ഥമാണ് അതിലുള്ളത്? എപ്പോഴും ഒരാളല്ല, ഒരാൾ മുമ്പിലുണ്ടാവും. അതിന് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്.
പക്ഷേ നമ്മൾ ഒരാളുടെ പേരല്ലേ പറയൂ, മുൻപിൽ നിൽക്കുന്ന ആളുടെ പേരല്ലേ പറയൂ. അത് ഗാന്ധിയാണ്. അതുപോലെ ഇവരും യാതൊരു ഭയവുമില്ലാതെ കണ്ട് ഭഗവാനെ ഭജിച്ചിട്ടുള്ളതായ ആ ശക്തി കൊണ്ട് തങ്ങളുടെ ഭർത്താക്കന്മാർ സ്വകൈഹി നിരുദ്ധാഹ, തൻ്റെ ആൾക്കാരായ ആ ഭർത്താക്കന്മാരാൽ നിരോധിക്കപ്പെട്ടുവെങ്കിലും കയ്യിൽ പിടിച്ചിട്ടുണ്ടാവണം. ഒറ്റത്തട്ട് പൂർണ്ണമായയു, വേഗത്തിൽ ഭഗവാന്റെ അടുത്ത് എത്തുകയുണ്ടായി. ഭഗവത് ഭക്തി അവർക്ക് എന്തെന്നില്ലാത്ത ശക്തി പ്രദാനം ചെയ്തു.